എല്ലാവരും വാങ്ങി. കമാൺ. അപ്പോൾ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, അങ്ങ് പോവന്നെ. പിന്നെ ചൂടുകാലാണ്, ഔട്ടിങ് എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ഔട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ബാർബക്യോ. അതാണ് അവസ്ഥ. ഖത്തറിൽ ഹ്യൂമിഡിറ്റി എന്നെല്ലാവരും പറയുന്നത്, പക്ഷെ ഞാൻ പറയും അത് ഹ്യൂമിഡിറ്റി ആണെന്ന്. അതാണ് അവസ്ഥ. കാണുന്നതാണ് അൽ ജനൂബ് സ്റ്റേഡിയം, വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയം ആണ് അൽ ജനൂബ് സ്റ്റേഡിയം. ഖത്തറിൽ ഏതൊരു ഡ്രൈവറും നേരിടുന്നൊരു പ്രശ്നമാണ് ട്രാഫിക് സിഗ്നൽ റെഡിൽ പാസ്സായി പോയോ ഇല്ലേ എന്നുള്ള ഡൗട്ട്. നാട്ടിലാണെങ്കിൽ ഈ ഡൗട്ട് വരില്ല, കാരണം ഫൈന് കുറവാണ്. ഇവിടെ കിടപ്പാടം പണയം വെക്കേണ്ട ഫൈനാണ് മക്കളെ. എപ്പോൾ ട്രാഫിക് സിഗ്നൽ പാസ് ചെയ്താലും ഒരു ഡൗട്ട് വരും, റെഡ് പാസ്സായി പോയോ. പിന്നെ തിരിച്ചു വന്ന് ക്യാമറ ഉണ്ടോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാതെ ഒരു സമാധാനം വരില്ല. ഞാൻ പേടിയെ പോയപ്പോഴേ അവിടെ ഹിന്ദിക്കാരനല്ലേ, അവനോട് പറഞ്ഞു ബനാന ഫ്രൈ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ക്യാ ഫ്രൈ? ബനാന ഫ്രൈ. പിന്നെ കോൺസ ഫ്രൈ? ബനാന ഫ്രൈ ബൈ ബനാന ഫ്രൈ. പിന്നല്ലേ അതേ ബനാന ഫ്രൈ. ഓൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഫ്രൈ ഉണ്ടാക്കാൻ ഞാൻ പറയുകയാണെന്ന് ഓൻ വിചാരിക്കുന്നത്. ബനാന ഫ്രൈ പാമ്പറിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, മഴ അറിയാൻ മതിയാക്കില്ലേ. ഡ്രൈവ് ചെയ്ത് എവിടെ ഒന്ന് എത്തിക്കുന്നത് സംഭവം. ഏരിയ അടിപൊളി. അങ്ങോട്ട് ബീച്ചിന്റെ സൈഡാണ് എത്തിയത്. ഡ്രൈവ് ബീച്ച് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, കാരണം സാൻഡൊന്നുമല്ല കാണുന്നത്, ഹാർഡായിട്ടുള്ള സർഫസ് ആണ് ഇവിടെ. ലാൻഡിന്റെ സ്ട്രക്ചറെല്ലാം അങ്ങനെയാണ് കാണുന്നത്. വണ്ടിയെല്ലാം ഇറക്കാൻ കണ്ടില്ലേ, വണ്ടിയിൽ പോകുന്നുണ്ടല്ലേ. അപ്പോൾ ബീച്ചിന് തൊട്ടടുത്ത് വരെ വണ്ടി നമുക്ക് കൊണ്ടുപോയിടാം. അവിടെ കാണുന്നത് മാംഗ്രൂവ്സ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ല അവിടെ ചെടി, മറ്റേ പച്ച കളർ, പച്ച എന്നല്ല പൊടിക്കാറ്റ് കാരണം ചോപ്പായിട്ടുണ്ട്. മാംഗ്രൂവ്സ് ഏരിയ ആണ്. അത്യാവശ്യം നല്ലൊരു ഏരിയ, കുറച്ച് വീതി വിസ്താരത്തിൽ നമുക്ക് കാറും വണ്ടിയൊക്കെ കണ്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാം. ഇങ്ങനെ വേറൊരു പ്രശ്നം കേട്ടോ, ബീച്ചിന്റെ സൈഡിൽ വന്ന് നിന്നെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റൂല, കാരണം ചൂടാണ്. ഹ്യൂമിഡിറ്റി എന്നറിയിക്കാലോ, ജസ്റ്റ് ചൂടെന്തുണ്ട് നോക്കാലോ എന്നറിയാം കേട്ടോ. അവിടെ പുറത്തിറങ്ങി നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി കേട്ടാ, FJ ആസ്വദിക്കട്ടെ, ബീച്ച് വ്യൂ ചെക്കൻ ആസ്വദിക്കട്ടെ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടൽക്കാടുണ്ട്, കുറെ പക്ഷികളൊക്കെ ഉണ്ട്. ബീച്ച് വളർത്തി ഇതൊക്കെ തന്നെ നല്ലൊരു ആശ്വാസം. വേർത്ത് കുളിച്ച് പണ്ടാരാണ് ഹ്യൂമിഡിറ്റി. തിരിച്ച് കാറിൽ കയറി AC-യുടെ കുളിർമയിലേക്ക്. ഇപ്പൊ സമയം കണ്ടോ, 6:05, വൈകുന്നേരം 6:05 സമയം. ടെമ്പറേച്ചർ നോക്കിയേ, 42 ഡിഗ്രി സെൽഷ്യസ്. എന്തേത്ത നരകോ. ഞാൻ തുമ്മിയതേ സൂപ്പർ ഹിറ്റാച്ചി. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കോൽ. അപ്പോൾ വൈക്കോലിനുണ്ടാകുന്ന ഫ്രൂട്ടാണോ ആപ്പിൾ? ഐസക്യൂട്ടിനായിട്ട് നല്ല വന്നിട്ട് ആപ്പിളിന്. അപ്പോൾ ഐൻസ്റ്റീനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. സാധനങ്ങൾ കാറിലേറ്റ്. ഇത് മാംഗോസ്റ്റീൻ, ഇത് ഐൻസ്റ്റീൻ്റെ ഫ്രൂട്ടാന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അതായത് ഈ ഇതളുകൾ കണ്ട, ഈ ഇതളുകൾ എത്ര ഉണ്ടോ അത്രത്തോളം തന്നെ അല്ലികളാണ് ഇതിനകത്ത് ഉണ്ടാവുക. സെയിം നമ്പർ ഓഫ് അല്ലീസ് ആണ് ഇതിനകത്തുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്ന് പൊളിച്ചു നോക്കാം. 1 2 3 4 5 6 6 ഇതളുകളാണ് ഉള്ളത്. അപ്പോൾ 6 അല്ലികൾ ഇതിനകത്ത് ഉണ്ട് എന്നാണ് വിദഗ്ധ അഭിപ്രായം. പൊളിച്ചു നോക്കാണേ. യെസ്, ഓക്കെ, 3 കണ്ടു. ഓക്കെ, യെസ്. ചെക്ക് ഗൈസ്. കണ്ടാ, 1 2 3 4 5 6 6 അല്ലികൾ കണ്ടാ. കറക്റ്റ് 6 എണ്ണം. 1 2 3 4 5 6.